ഒരു 5 നെഗറ്റീവ് കാര്യങ്ങൾ. നെഗറ്റീവോ? ഇവന്റെ കാര്യമൊന്നുമില്ല, എന്നെ വെച്ച് നോക്കിപ്പോ ഒറ്റയടിക്ക് തിരിഞ്ഞല്ലോ സാറ്. വീട്ടില് നിങ്ങൾ ചേച്ചി അനിയത്തി തമ്മിൽ അടിയാവാറില്ല? വീട്ടിൽ ഞങ്ങൾ ഇതുവരെ ഒരു വട്ടം അടി ഉണ്ടാക്കിയിട്ടുള്ളൂ പണ്ട്. സപ്പോർട്ട് എന്തോ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ സെൽഫിഷ്. എന്താണ് ഒരു ചിക്കൻ കാല കഴിച്ചാണെങ്കിൽ ഞാനൊന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് തിരിയുമ്പോ എന്റെ ചിക്കൻ കാലൊന്നും കാണത്തോലുമില്ല. അത് ഇവൻ എടുത്തു വെക്കും, എന്നിട്ട് പറയില്ല. അത് തമാശക്ക് വെക്കുന്ന അത്രേ ഉള്ളൂ. ഇവനത് സീരിയസ് ആയിട്ട് തിരിച്ചു കൊടുക്കോ? തമാശ എന്ന് പറഞ്ഞാൽ അത് തിന്ന് തീർത്തിട്ട് എല്ല് മാത്രം വെക്കും, അതാ തമാശ. ഇവന്റെ കുക്ക് ചെയ്യാൻ അറിയത്തില്ല. അറിയാമില്ല. ഇനി നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റീസ് ആണ്, ജാടകളാന്ന് വിചാരിച്ചിട്ടാണോ പെൺപിള്ളേര് അധികം എടുക്കാത്തെ? ഞങ്ങളങ്ങനെ ജാട ഇടാനുള്ള ബുദ്ധി ഇല്ല ഞങ്ങക്ക്. നിനക്ക് നീ ജാട ഇടുവോ? ഇല്ല. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ, ഞാൻ ഡയറക്റ്റ് ആയിട്ടാ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്ന ആരാ? മണ്ടത്തരം ആദ്യമേ. ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു അവക്കാടോടെ മരമുണ്ട്, അത്യാവശ്യം വലുതാ. നീ ഒരു ബുക്ക് ഇറക്കടാ. ഇത് ഇനിയുണ്ട് കുറെ, ഇനിയും പൊട്ടത്തരം ഉണ്ട് കുറെ. അപ്പം പറയും വാടാ, എന്നോട് പറയത്തില്ല, ഇവനോട് ഒന്ന് പോയി ഓടിച്ചിട്ട് വാടാന്ന് പറയും. അപ്പൊ ഇവൻ മണ്ട കയറി ഒരു തണ്ട പിടിക്കും, മറ്റേ തണ്ട 2 കാല് വെച്ചിട്ട് ഇതിങ്ങനെ വലിക്കുക. നടന്ന കാര്യം ഇത് വലിച്ചിട്ട് വരത്തില്ല, അത്രയ്ക്കും പൊട്ടനാണ് ആലോചിക്കണം. ഇവൻ 2 കൈയും വെച്ച് വലിച്ച് നേരെ കളിക്കും. ബുദ്ധിയില്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. കൊറോണ സമയത്ത് ഞങ്ങൾ എപ്പോഴും സൈക്കിൾ ഓടിക്കുമായിരുന്നു. അപ്പോൾ ഇവനാ സാധാരണ ഫ്രണ്ടില് പോകുന്ന ഇറക്കിറങ്ങുമ്പോൾ ഞാൻ പുറകില്ല, എനിക്ക് ബ്രേക്ക് ഉണ്ട്. ഇതെന്തോ അബദ്ധത്തിൽ ഞാൻ ഫ്രണ്ടിൽ പോയി, ഇവന് സ്പീഡും കൂടി അങ്ങ് കയറ്റം കയറി. ആരെടുത്ത് പറഞ്ഞടാ എന്നെ ഒന്ന് സഹായിക്കടാ, ബ്രേക്കില്ല. ഇവനോട് ഞാൻ മാറി തന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ, ഡിങ്കനായി. അടുത്തത്, ജനിക്കുമ്പോൾ വലിയതും മരിക്കുമ്പോൾ ചെറുതും. അറിയത്തില്ല. മെഴുകുതിരി. ഞാൻ ടഫ് സ്റ്റെപ്സ് ഒക്കെ ഇട്ടോണ്ട് ടഫ് വിളിക്ക്. അതെ, ആരും കാണാത്തോണ്ട് വലിയ പ്രശ്നമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. 17 വർഷം ഇഷ്ടമുള്ള ഭയങ്കര 5 ക്വാളിറ്റീസ് ഇവന്റെ. കാര്യമായിട്ട് തന്നെ പറ. നീ ചുമ്മാ അതിലിനി ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിൽ തള്ളിക്കോ. ടെലികാസ്റ്റ് ഉണ്ട്, പറഞ്ഞോ. ക്വാളിറ്റി എന്ന് പറയാൻ എനിക്ക് ഇവന്റെ വായിന്ന് കേൾക്കുമ്പോ എന്തോ പോലെ. പറഞ്ഞു എന്നാ പുറത്തിരിക്കും പറയട്ടെ. സഹായിയ, അതായത് ഭയങ്കര സഹായിയ, പൊട്ടന, അങ്ങനെ വേണ പറയാം. പിന്നെ അതാ ഞാനും ചോദിക്കാൻ വന്നു. അല്ല, നമ്മളെ മതിതീരാതെ സഹായിച്ചോളൂ ഇവൻ. എന്നെയല്ല, കൂട്ടുകാരന്മാരെയൊക്കെ സഹായിച്ചോളൂ. പിന്നെ സഹായിയാണ്, പൊട്ടനാണ്. അത് 2ആയിട്ട് കൂട്ടി. ആ പൊട്ടനാണ്. പിന്നെ എടാ ക്വാളിറ്റി പറയടാ, പൊട്ടൻ വേണ്ട. സഹായി ഞാൻ ഇവനെ കണ്ടില്ല, അതൊക്കെ ഉള്ളു. വേറെ കാര്യമായിട്ട് എന്നെ ഗുണപ്പെടുത്തുന്നതായിട്ട് ഇവൻ അങ്ങനെ സഹായിത്തരമൊന്നും ചെയ്യാറില്ല. സഹായിത്തരോ തെറി എന്താണല്ലോ പറയുന്നത്. എന്നെ ഗുണപ്പെടുത്തുന്ന രീതിയിലൊന്നും ഇല്ല ഇതുവരെ. നിന്നെ അല്ലടാ, ബാക്കിയുള്ളവരെ മൊത്തത്തില്. എവിൻ എങ്ങനെയാണ് പറയടാ, ശരിക്കുള്ള ഇത് പറ. സഹായി മാത്രം. പിന്നെ ഇച്ചിരി ഉത്തരവാദിത്തം ഉണ്ട്, എന്നെക്കാളും ഇച്ചിരി ഉത്തരവാദിത്തം ഉണ്ട്. പിന്നെ ആൾക്കാരായിട്ട് പെട്ടെന്ന് കമ്പനിയാവും. എന്നെ ഒരു ഗുണമല്ല, നല്ല ഗുണം. നിനക്കില്ലാത്ത ഗുണമാണ്, അതിനെ ആ ഗുണമായിട്ട് കൂട്ടണ്ട. അങ്ങനെയല്ലേ എടാ, ഒരു വ്യക്തിയാകുമ്പോ ഒരു നല്ല ക്വാളിറ്റീസ് ഉണ്ടാവില്ല. ക്വാളിറ്റി ഇല്ലെന്നാണ് നീ പറഞ്ഞിരുന്നത്. ഞാൻ ക്വാളിറ്റി ഇല്ലാന്ന്. എവിന് ഒരു ക്വാളിറ്റി ഇല്ലെന്നാണ് കെവിൻ പറയുന്നത്. ഇതൊക്കെ ഇവരുടെ അത് പെട്ടെന്ന് കമ്പനിയാവും. ഇല്ല, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല, വേറെ ഇല്ല. എന്നാ ഒരു 5 നെഗറ്റീവ് കാര്യങ്ങൾ. നെഗറ്റീവ് ഒത്തിരി പറയാം. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് തന്നെ. ഇവന്റെ കാര്യമൊന്നുമില്ല, എന്നെ വെച്ച് നോക്കിപ്പോ. ബാക്കിയുള്ളവരെ സഹായിക്കും. ഒറ്റയടിക്ക് തിരിഞ്ഞല്ലോ സാറ്.
ഇവന്റെ കാര്യം എടാ ഇത് കഴിഞ്ഞ് എനിക്കൊരു സാധനമുണ്ട്, ഞാനും പറയും. പറയണം, ഞാൻ തരും അവസരം. ഓക്കെ, യു കണ്ടിന്യൂ. ഇവന്റെ കാര്യമേ ഉള്ളൂ. പേടിച്ചോ? ചെറുതായിട്ട് പേടിച്ചല്ലേ? പിന്നെ സെൽഫിഷ് ആണപ്പോ? ഇല്ലല്ല, ഞാൻ നിന്റെ കാര്യം പറഞ്ഞോളാം. ഫുഡ് അത് തന്നെ, എല്ലാം സെൽഫിഷാ. ഫുഡില് സെൽഫിഷാ, ഡ്രസ്സിന് അത് വീട്ടില് നിങ്ങൾ ചേച്ചി അനിയത്തിയും തമ്മിൽ അടിയാവാറില്ലേ വീട്ടിൽ? ഞങ്ങൾ ഇതുവരെ ഒരു വട്ടം അടി ഉണ്ടാക്കിയിട്ടുള്ളൂ പണ്ട്. സപ്പോർട്ട് എന്നെ വെച്ച് എന്നോട് എപ്പോഴും അങ്ങനെ ഉള്ളു. വേറെ ഒന്നുമില്ല, ഈഗോയും കാര്യങ്ങളും ഒന്നുമില്ല. ഇല്ല, സെൽഫിഷ് ആണ്, ഈഗോ ഇല്ല. അത്ര വലിയ സെൽഫിഷ് ഒന്നല്ല. എന്തോ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ സെൽഫിഷ്. എന്താണ് ഒരു ചിക്കൻ കാല കഴിച്ചാണ്? ഞാനൊന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് തിരിയുമ്പോ എന്റെ ചിക്കൻ കാലൊന്നും കാണത്തോലുമില്ല. അത് ഇവൻ എടുത്തു വെക്കും, എന്നിട്ട് പറയില്ല. അത് തമാശക്ക് വെക്കുന്ന അത്രേ ഉള്ളൂ. ഇവനത് സീരിയസ് ആയിട്ട് തിരിച്ചു കൊടുക്കോ? തമാശ എന്ന് പറഞ്ഞാൽ അത് തിന്ന് തീർത്തിട്ട് എല്ല് മാത്രം വെക്കും, അതാ തമാശ ഇവന്റെ. എന്നിട്ട് ഞാൻ ഒച്ച വെക്കും, എന്നാലും കിട്ടത്തില്ലല്ലോ. അടുത്ത പോയിന്റ് പറ. അടുത്ത എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ ഇവന്റെ ഫ്രണ്ടിൽ ഞാൻ എന്റെ കാര്യം മാത്രമാണ്. പെട്ടെന്ന് ദേഷ്യം വരും. ആണോ? കലിപ്പ എല്ലാം ഭയങ്കര സെൻസിറ്റീവ് എന്നെ വെച്ച്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് അതാ പറഞ്ഞ പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് ചിരിക്കും. ദേഷ്യം ഭയങ്കര കഴുത്ത് പിടിച്ചു. ദേഷ്യം അത് എന്താ ചെയ്യാ ഇതിനോ? സാധനങ്ങൾ എറിയോ? പിന്നെ സാധനങ്ങൾ എറിയുന്നല്ല അവന്. അത് തന്നെ, സാധനങ്ങൾ എറിയും. കണ്ണി കണ്ട എന്ത് സാധനം ഉണ്ടെങ്കിലും എറിയും. അടി ഇങ്ങനൊക്കെ ചിത്രീകരിക്കാതെ തന്നെ. എന്നെ വെച്ച് ഇവനെ വെച്ചിട്ടുള്ളൂ. ഇവന്റെ ഫ്രണ്ടിൽ ദേഷ്യപ്പെടുന്നു, അത്രേ ഉള്ളൂ. പുറത്തൊന്നും ചെയ്യില്ല. ഇല്ല, ഇവന്റെ അടുത്തുള്ള ഇതേ ഇനി ഞാൻ ഇവന്റെ പറയാം. അവനൊന്നും കിട്ടും, നല്ലത് പറ. ഇവന് നമ്മളിപ്പോ എന്തെങ്കിലും ആദ്യമേ നെഗറ്റീവ് പറഞ്ഞിട്ട് ക്വാളിറ്റി പറയാം. ക്വാളിറ്റിയോ? ഞാൻ ക്വാളിറ്റി അല്ല നെഗറ്റീവാ പറയാൻ പോകുന്നത്. ക്വാളിറ്റി ഒരു കാര്യമില്ല, നിന്റെ പറയാൻ ഒന്നുമില്ല. ഞാൻ കുറച്ച് ഒന്നുമില്ല മോനെ. ഇവൻ മടിയനാ, കുഴി മടിയനാ. ഇച്ചിരെങ്കിലും ബുദ്ധി ഉണ്ട്, അത് ഉപയോഗിക്കാൻ പോലും അറിയാൻ മേല. മടി, പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. ഇപ്പൊ ആരെങ്കിലും സംസാരിക്കുകയാണോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ചിന്തിക്കുന്നേ ഉണ്ടാകത്തില്ല. എവിടെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഒന്നത്. രണ്ടാമത്തെ അത്. പിന്നെ ആൾക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ല. 3 ഇതെല്ലാം ഈ മടിയുടെ ഇതിൽ പെടുന്നോണ്ട് ഉള്ള ഒരു പ്രശ്നം തന്നെ. കുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇല്ല, കുക്ക് ചെയ്യുമ്പോ നോക്കിയേക്കും. ഇപ്പോഴും അങ്ങ് ഞാൻ പറഞ്ഞില്ലേ, മീൻ വറുത്ത എന്തെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാ അമ്മേ അവൻ എന്റെ ഇതെടുത്തു, അങ്ങനത്തെ ഒരു കുട്ടിക്കളി ഇപ്പോഴും. പിന്നെ എന്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ നോക്കിയിരിക്കോ? അല്ല, മീൻ വറുത്തല്ലേടാ, എന്നാലും എന്താ ഫുഡല്ലേ? പിന്നെ അതൊറ്റ പറഞ്ഞേ കിട്ടത്തുള്ളു. നിങ്ങളുടെ വീട്ടിലൊരു മീൻ വറുത്തതേ ഉള്ളൂ? ഒരാൾക്ക് വരണം. 5 ഇനി നല്ലത് പറ. താങ്ക്സ്. നല്ലത് പറ. നല്ലതോ? നല്ലതോ? നല്ലതന്നെന്താ? വെൽ എഡ്യൂക്കേറ്റഡ്, ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, ക്യൂട്ട്. ഞാൻ പറയില്ല, ബുദ്ധിയുണ്ട് പക്ഷെ ഉപയോഗിക്കില്ല. ഇല്ല, ഇവന് എന്നെക്കാളും 8 മിനിറ്റ് മുന്നേ വന്നല്ലേ? അതല്ല, ബുദ്ധിയുണ്ട്. പരീക്ഷയുടെ സമയത്താണേലും സാമാന്യ ബോധം ഉണ്ട്. ഞാനാ കുത്തിയിരുന്ന് പഠിക്കുന്നത്, എനിക്ക് പേടിയാ. അയ്യോ എക്സാം ആയി, ഞാൻ കുത്തിയിരുന്ന് പഠിക്കുന്ന ടൈപ്പ്. ഇവൻ അങ്ങനല്ല. ഞാൻ പഠിക്കുന്ന ഇവൻ പഠിക്കുന്ന കണ്ടിട്ടാ ഞാൻ വേറെ റൂമിൽ ഇരുന്ന് പഠിക്കും. ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇടയ്ക്ക് ചില്ല് ചെയ്ത് ഞാൻ ഇടയ്ക്ക് വെളി ഇറങ്ങി നോക്കുമ്പോൾ ഇതിന് ഇന്ന് ഭയങ്കരമായിട്ട് എഴുതുന്നു. അപ്പോഴേ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ കുറച്ചു നേരം പഠിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനിരുന്ന് പഠിക്കും. പിന്നെയും മടിയായി ഞാൻ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ വീണ്ടും എഴുതുന്നു. ഞാൻ ഇവൻ പഠിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്, അല്ലാതൊന്നുമില്ല. പിന്നെ ഇവനാ ഞങ്ങളുടെ ഇച്ചിരൂടെ ക്രിയേറ്റീവ് മൈൻഡുള്ള ഇവനാ. ശരിക്കും കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഇവനാ. ആണോ? അല്ല അങ്ങനല്ല, ഞാൻ അതിനു വേണ്ടി ചിന്തിക്കുന്നതല്ല. ചുമ്മാ എന്തായാലും ആലോചിച്ചിട്ട് ഇവന്റെ അടുത്ത് പറയും, പിന്നെ ഞങ്ങള് തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഇവനാ കണ്ടന്റ് പറയുന്നത് എന്റെ അടുത്ത്. ഞാനല്ലേടാ. വേറെ ഇല്ല, വേറെ ഒന്നുമില്ല. മതിയല്ലോ, നല്ല ക്വാളിറ്റീസാ. ആരായിപ്പോ?
ഓക്കെ, ഞാനിപ്പോ ഇവിടെ വന്ന സമയം മുതലേ ഇപ്പൊ നമ്മള് സ്കിറ്റിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര ചില്ലായിട്ടുള്ള രണ്ടാൾക്കാരാ. ഇവിടെ വന്നിരിക്കുന്ന സമയം മുതൽ ഇവര് രണ്ട് വഴിക്കാ. ശരിക്കും അങ്ങനെയാണോ? ആ അതെ. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെയോ? ഞാൻ അവിടെ ഫ്ലോറിൽ കയറുമ്പോ ഉള്ളൊരു അത് ക്യാരക്ടർ അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ഇതുവരെ ഞങ്ങളങ്ങനെ ശത്രുക്കളല്ല. അല്ല, പക്ഷെ കമ്പനി കുറവാ. ഞാൻ 17 വർഷമായിട്ട് ഇവനെ കാണുന്നത്, ഇനി എന്നെ ഇവനെ കാണാനുള്ള. പിന്നെ ഞാൻ വേറെ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഞങ്ങളങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. ഇല്ല, ഒരു ഏകദേശം ഐഡിയയില് അല്ല, അങ്ങനല്ല. പ്രാക്ടീസ് ചെയ്യും. ചെയ്തൊരു പാതിയൊക്കെ ആവുമ്പോ തർക്കമാവും. ഇതിങ്ങനല്ലേ പറയണ്ട, അല്ലല്ല ഇതിങ്ങനെ പറയണ്ട, അങ്ങനെ അടിയാവും. അടിയായി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാണത്തില്ല. ഒരു വൈകുന്നേരം അപ്പൊ തന്നെ പിരിയും. പിന്നെ ഇത് ചെയ്യണം എന്നുള്ള ഒരു ഡ്യൂട്ടി അല്ലേ. അപ്പൊ വീണ്ടും വരും, വീണ്ടും പ്രാക്ടീസ് ചെയ്യും. പാതിയാകുമ്പോ അടിയാവും. ഇതുവരെ പ്രോപ്പറായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഒരു സ്കിറ്റ് തുടക്കം തൊട്ട് ഫുള്ള് വരെ വൈകിട്ട് സാറിനെ കളിച്ച് കാണിക്കാൻ വിളിക്കുമ്പോൾ ആവി കയറുന്നത്. ഫുള്ള് കളിച്ച് കാണിക്കണം പുള്ളിയെ, അപ്പോഴാ ടെൻഷൻ കയറുന്നത്. അത് കണ്ടു കഴിയുമ്പോ ചിലപ്പോ വേണ്ടാന്ന് പറയും. അപ്പൊ പൊളിയും. ആർക്ക്? ഞങ്ങക്ക്. ആണോ? പിന്നെ അത്ര ഉണ്ടാക്കി വെച്ചത് വേണ്ടെന്ന് പറയുമ്പോ വേണ്ടാന്ന് ഒറ്റയടിക്ക് മൊത്തം നോക്കി പറയത്തില്ല. ഇതിലിതുണ്ട്, അതിലിത് ചിലത് നമ്മൾ പ്രതീക്ഷിക്കും. ഇത് എന്തായാലും ചിരിക്കും, ജഡ്ജസ് എന്തായാലും ചിരിക്കും എന്നുള്ള സാധനം ചിലതൊക്കെ മാറ്റും. അതെന്തേലും കണ്ടിട്ടായിരിക്കും മാറ്റുന്നത്. അതൊക്കെ പെട്ടെന്ന് മാറ്റുമ്പോ ഒരു വിഷമാവും. നിങ്ങളുടെ കോമഡിക്ക് ആരെങ്കിലും ചിരിക്കാതിരുന്നിട്ടുണ്ടോ? ആ പിന്നെ അമ്മയെപ്പോലും ചിരിക്കത്തില്ല, ഇതുവരെ ചിരിച്ചിട്ടില്ല. അതാ ഞാൻ ശ്രദ്ധിച്ചു. അവർക്ക് ഭയങ്കര അമ്മയപ്പനൊക്കെ ചിരിക്കുകയൊക്കെ. ഞങ്ങൾ ചെയ്യുന്ന സീറ്റിന് അങ്ങനെ ചിരിക്കാറില്ല. നീ കാണാറില്ലല്ലോ അതിന്. ഞാൻ നീ ഒളിഞ്ഞു നോക്കുന്നതല്ലേ അതിന്റെ ഇടയില്, അതുകൊണ്ടാ കാണുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ ഇതിന്ന് ഞാൻ ചിരിക്കുന്ന ആ ചിരിയല്ല, സന്തോഷത്തിന്റെ ഒരു ചിരിയാ, അല്ലാതെ കൗണ്ടർ ഇട്ടിട്ടുള്ള ചിരിയല്ല. തമാശയായിട്ട് ചിരിക്കാറില്ല. ഇല്ല 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 അല്ലേ, അത് ശരി. ഇവിടെ ഒന്നും ചിരിച്ചില്ല അവര്. ഭയങ്കര സന്തോഷമുള്ള അവരിയ്ക്കെന്ന് പറയാ പുച്ഛമെന്ന്. അത് അവര് പുച്ഛിച്ചിട്ട് എണീറ്റ് പോയില്ല. അത് ഇവനും അപ്പനും അമ്മയും ഞാൻ പറഞ്ഞില്ലേ ഒതുങ്ങിയ ടൈപ്പാ. നമ്മളാണ് അല്ലല്ല, ഞാനും അപ്പനും ഒതുങ്ങിയ ടൈപ്പാ. അമ്മ കുറച്ചുകൂടെ അല്ല, വെളിയിൽ വന്നു കഴിയുമ്പോ അമ്മ ഒതുങ്ങിയ ടൈപ്പ്. വീട് മൊത്തം തള്ളിക്കൊണ്ടുവന്ന അമ്മയാണ്. ആണോ? പിന്നെ ചേച്ചിമാരെ ഉള്ളു ഇച്ചിരി കൂടെ ആക്റ്റീവായിട്ട് വെക്കുന്നത്. ചേച്ചിമാരിപ്പോ എവിടെ? മൂത്ത ചേച്ചിയെ കെട്ടിച്ചു വിട്ടേക്കുക ചേർത്തലല്ല, ഇളയ ചേച്ചി UK കെട്ടിച്ചേക്കുക. രണ്ടുപേർക്കും പിള്ളേരുണ്ട്. ആണോ? മാമന്മാരാണ്. അപ്പൊ പക്ഷെ അതിനുള്ള വിലയില്ല. വിലയില്ല, അത് ശരിയാ. അതെന്താ ഒരു വില തരാത്ത പിള്ളേർക്ക്? പിള്ളേ എടാപോടാന്ന് എപ്പോഴും വിളിക്കുന്നത്. ആണോ? അത് ചേച്ചിമാര് ഞങ്ങളെ എടാന്ന് വിളിച്ച് കേട്ടിട്ട് എടാന്ന് വിളിക്കും. ഞങ്ങള് ചേച്ചിമാരെ മാമാന്ന് വിളിക്കണോ? അത് എനിക്ക് എന്തോ പോലെ ഇല്ല. മാമാ ഞങ്ങള് ചേച്ചിമാരെ പേരാ വിളിക്കുന്നത്. ഞങ്ങൾ കൊച്ചിലെ തൊട്ട് കാവി അഖില് എടിപൊടി എന്നല്ല, പേരാ വിളിച്ചോണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഞങ്ങള് ചേച്ചിന്ന് വിളിച്ചേ പറഞ്ഞു. അവർക്കും എന്തോ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര നാളും വിളിച്ചോണ്ടിരുന്ന വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചിമാരായിട്ട് എങ്ങനെയാ? കമ്പനിയാണോ? അതെ, ഭയങ്കര കമ്പനിയാണ്. അതായത് മൂത്ത ചേച്ചിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് ജനിക്കുന്നത്. ചേച്ചിമാരാ ഒരു വിധത്തിൽ പറഞ്ഞാ നോക്കിയത് ഞങ്ങള് അമ്മമാരെ പോലെ. ഇവനെ ഇച്ചിരി കൂടെ, ഇവനെ ഇച്ചിരിയല്ലേ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഈഗോ ഉണ്ടല്ലേ എനിക്ക്. ഇവൻ ഇച്ചിരി കൂടെ പ്രയോറിറ്റി കൊടുക്കുന്ന അത്തോർത്തൊന്നും എനിക്ക് ഇതില്ല. ഇവനെ ഇച്ചിരി കണ്ടു കഴിയുമ്പോ കൊഞ്ചിക്കാൻ മറ്റേ ഭിത്തിയുടെ മറവിൽ ഇങ്ങനെ ഇരുന്ന് എന്നെ അങ്ങനെ വാച്ച് ചെയ്യല്ലേ. ഇല്ല എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇവന് ഇച്ചിരി കൂടെ കൊഞ്ചിക്ക്. ഇവൻ ഇച്ചിരി കൂടെ ചെറുതായിരുന്നു, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ കൊഞ്ചിക്കാൻ തോന്നും ആരായാലും. അതുകൊണ്ടാ. ഓക്കെ. ചേച്ചിമാരായിട്ട് അടി കൂടാറുണ്ടോ? പണ്ടൊക്കെ അടികൂടുമായിരുന്നു. അതായത് അത് കോമഡിയാ. ഒരുത്തനെ കുസ്തി പിടിച്ച് മാറ്റി തിരിച്ച് ചേച്ചിവരെ അങ്ങോട്ട് പോകുമ്പോ അടുത്തവൻ അപ്പുറത്ത് വെക്കും. കയ്യിൽ ഞങ്ങൾക്ക് കളിപ്പാട്ടം ഉണ്ടായിരുന്നു, ഭയങ്കര വലിയ തോക്കൊക്കെ, അതുമൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇവൻ ചേച്ചിമാരുടെ ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് എല്ലാം ഇവൻ കളയും. സ്ലൈഡൊക്കെ ഉണ്ട്, എല്ലാം പൊട്ടിച്ചു കളയും. അതിനടി കൂടും. അതിനാ ഞാൻ മിക്കപ്പോഴും ചേച്ചിമാരുമായിട്ട് അടി കൂടുന്നത്. ഓക്കെ. ഇപ്പൊ സിംഗിൾസ് ആണല്ലേ പറഞ്ഞ രണ്ടുപേരും? ഉറപ്പാ? അപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഇപ്പം എന്തായാലും പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഐ ലവ് യു ഒക്കെ പറയാറില്ലേ? ഇതുവരെ നേരിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ടോ? അവന്മാർ, ഞാൻ പറഞ്ഞില്ല അവന്മാരല്ല, നിങ്ങളുടെ കാര്യം പറ. അത് അവന്മാർക്കാ വരുന്നത്. അവന്മാരുടെ ഐ ലവ് യു അല്ലല്ലോ ഞാൻ ചോദിച്ചേ, നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് വിട്, ഓരോരുത്തരും പറ. അന്ന് കെവിൻ പറ. എന്നോടോ? ഇല്ല, എന്നോട് ഇങ്ങനെ ആരും വന്നിട്ടില്ല. അന്ന് കെവിൻ പറ. എന്നാ പറയുന്ന
അതായത് എന്റെ അവന്മാര് വിട് വിട്. അവന്മാരുടെ ഫോണിലും പോട്ടെ ഇൻസ്റ്റയിലാണ് മെസ്സേജ് വരുന്നത്. ഈ ചേട്ടനെ അറിയാവോ, ഈ ചേട്ടനെ അറിയാവോ, എങ്ങനെയാ പരിചയം, ഇഷ്ടാന്നൊക്കെ 2-3 പേരെങ്ങാണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് എന്താ റിപ്ലൈ കൊടുത്തത്? ഞാനല്ല, അവന്മാരല്ലേ സംസാരിക്കുന്നത്. അവന്മാർ എന്റെ അടുത്ത് ഇത് പറയും. അപ്പൊ എന്ത് പറയും? അന്വേഷിച്ചെന്ന് പറയടാന്ന് മാത്രമേ പറയും. ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഇല്ല, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നില്ല ഈ പ്രായത്തിൽ. പിന്നെ വേണം, പക്ഷെ എന്താ ആരും സെറ്റ് ആവാത്തെ? എന്തെന്നറിയത്തില്ല. ഞങ്ങളിപ്പോ ഗേൾ ഫ്രണ്ട് വേണം എന്നുള്ളൊരു ഇതിലല്ല ഞാൻ ഇപ്പൊ പോകുന്നത്. അവന്മാരും ഒക്കെ ആയിട്ട് കമ്പനിയായി പോവാ. ഇനി നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റീസ് ആണ്, ജാടകളാന്ന് വിചാരിച്ചിട്ടാണോ പെൺപിള്ളേര് അധികം എടുക്കാത്തെ? അത് അവരോടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, എനിക്കങ്ങനെ അങ്ങനെ ജാട ഇടാനുള്ള ബുദ്ധി ഇല്ല ഞങ്ങക്ക്. നിനക്ക് നീ ജാട ഇടുവോ? ഇല്ല. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ, ഞാൻ ഡയറക്റ്റ് ആയിട്ടാ പറഞ്ഞു. ഇല്ല, ജാട ഇടാറൊന്നും ഇല്ല. ശരി, നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ പൊക്കിയിട്ടുണ്ടോ? ആ ഉണ്ട്. എന്താ പൊക്കിയോ? ഇവന്റെ ഒരെണ്ണം പൊക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചാ, അല്ല ഇപ്പൊ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചാ പൊക്കിയിട്ടുള്ളത്. കള്ളത്തരം എന്തുവാ? മാർക്ക്. ഞാൻ ചില മാർക്കൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിലെ. ചിലതിന് പൊട്ടിയിട്ടുണ്ടാവും. ചിലതൊന്നും അധികം പറയാത്തിട്ടില്ല. നല്ല മാർക്ക് മാത്രം പറയും. മറ്റേതൊക്കെ എന്തിനു ചോദിക്കും, ഞാൻ പറയും ഇതുവരെ തന്നില്ല അമ്മയെന്ന് പറഞ്ഞ് വിട്ടുകളയും. കുറച്ച് കഴിയുമ്പോ അമ്മയും മറക്കും. ഈ സ്കൂളിലുള്ളവന്മാരെ ഞാൻ എപ്പോഴും വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള അലന്നാ പേര്. അവൻ അമ്മയായിട്ട് ഭയങ്കര സംസാരാ. കാണുന്ന ആരെ കണ്ടാലും സംസാരിക്കുന്ന ടൈപ്പാ. അമ്മ ഇങ്ങനെ മാർക്ക് വല്ലതും കിട്ടിയ ചോദിച്ചാ ആന്റി അത് ഈവനിങ് ഞാനും പൊട്ടിയെന്ന് പറയും. ഒറ്റയ്ക്ക് ഞാനിത് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് അവൻ കാരണം 2 പ്രാവശ്യം അമ്മ എന്നെ പൊക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ കൂട്ടിയാ പറഞ്ഞേക്കുന്നത്, അമ്മ ഇവിടെ ഇല്ല. ഒരെണ്ണം കറക്റ്റ് പൊട്ടിയത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരെണ്ണം അലന്റെ അടുത്ത് ചോദിച്ചു, മോനെ മാർക്ക് വല്ലതും കിട്ടിയോ? അത് പൊട്ടിയല്ലോ നമ്മള്. അവൻ പറഞ്ഞു അതെ അമ്മ ആന്റി കിട്ടിയിട്ടുണ്ട്, കെമിസ്ട്രിയുടെ മാത്സിന്റെയും കിട്ടിയെന്ന് പറഞ്ഞു. അമ്മ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എത്ര? ഞാൻ പറഞ്ഞു കൂടുതലാ. ഞാൻ പറഞ്ഞു പിന്നെന്താ പറയാ, ഞാൻ അതെന്തോ അമ്മ പറയാൻ തോന്നിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. മാർക്ക് കുറവായിരുന്നു ശരിക്കും. അങ്ങനത്തെ കള്ളത്തരങ്ങള് പണ്ട് കട്ടൊക്കെ തിന്നുമായിരുന്നു. ഫുഡ് ഈ ഫുഡിന്റെ വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? ഇവന് കട്ട് വെറുതെ അല്ല ഷുഗറാന്ന് പറഞ്ഞ പണ്ട്. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആരാ? ഇപ്പൊ ഞാനാ. പണ്ട് ഇവനായിരുന്നു. ഇപ്പൊ അത്യാവശ്യം ഇവനെക്കാളും കൂടുതൽ കഴിക്കുന്ന ഞാനാ. ഇവനെങ്ങനെ ഫുഡ് കഴിക്കും? ഞാൻ ഇച്ചിരി കൂടെ വണ്ണം ഉണ്ടായിരുന്നു പണ്ട് കൊച്ചിലെ. LKG UKG 1ാം ക്ലാസ് ഒക്കെ ഞാൻ നല്ല വണ്ണം ഉണ്ട്. ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പൊ അധികം ഞാൻ കഴിക്കുന്നൊന്നും ദേഹത്ത് പിടിക്കുന്നില്ല. മനസ്സ് നല്ലതാണോ? പിന്നെ പ്യുവർ ഹാർട്ടാ, വികാരം ഇല്ലാത്ത. അത് ശരിയാ, പാവം കൊച്ചാ. ഞാൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന. അത് ശരി, ഭയങ്കര നിഷ്കളങ്കമായ മുഖമാണ് എല്ലാരെയും പറ്റിക്കുന്നത്. ഞാൻ പറ്റിച്ചിട്ടില്ല ആരെയും ഇതുവരെ. ഓക്കെ, ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്ന ആരാ? മണ്ടത്തരം ആദ്യമേ. അതാ ഞാൻ പറഞ്ഞ പൊട്ടനാന്ന്. ഏത് വീട്ടിലെ അബദ്ധങ്ങൾ ഞാൻ ചെയ്യുന്നത്. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അബദ്ധങ്ങൾ മൊത്തം സാറായി. വെളിയിൽ സാറ് ചെയ്ത അബദ്ധം ഏതാ? ഒരെണ്ണം ഏതാ അത് പറ. അയ്യോ ഞാൻ പറയാം. എന്റെ പൊന്നോ, ഉണ്ടാക്കി പറയുന്നതാണോ? അല്ല ഉണ്ട്. അല്ല വീട്ടിലത്തെ പറയാം. വെളിയിലത്തെ എനിക്ക് കിട്ടുന്നില്ല. പറഞ്ഞോ പറ. ഇയാളല്ലേ തുടങ്ങിയത്, പറ. വീട്ടിലത്തെ അബദ്ധം പറയുവൻ. പറ, വീട്ടിലെ അബദ്ധം പറ. അല്ല നിനക്കല്ലേ ഭയങ്കര ഞാൻ മറന്നുപോയി. ഇപ്പൊ മറന്നുപോയി. പറഞ്ഞോ. പൊട്ടൻ എന്ന് പറഞ്ഞാ ഞാൻ ഇത് കുറച്ച് പറഞ്ഞിട്ടുള്ള വേറെ കുറെ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു അവക്കാടോടെ മരമുണ്ട്, അത്യാവശ്യം വലുതാ. നീ ഒരു ബുക്ക് ഇറക്കടാ. ഇത് ഇനിയുണ്ട് കുറെ, ഇനിയും പൊട്ടത്തരം ഉണ്ട് കുറെ. അപ്പൊ ഞാൻ ചെറിയ വെകിളിയാ. അപ്പൊ ഞാൻ മരത്തിൽ കയറി ചെറിയ ചെറിയ തണ്ടൊക്കെ ഒടിച്ചിട്ട് വരും. അപ്പൊ ഭയങ്കര വൃത്തികളാണ്. ഒടിഞ്ഞിങ്ങനെ ഇരിക്കും. അത് ഒടിച്ചല്ലേ ഇടുന്നത്, അത് തൂങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം പറയും വാടാ, എന്നോട് പറയത്തില്ല, ഇവനോട് ഒന്ന് പോയി ഒടിച്ചിട്ട് വാടാന്ന് പറയും. അപ്പൊ ഇവൻ മണ്ട കയറി ഒരു തണ്ട പിടിക്കും, മറ്റേ തണ്ട 2 കാല് വെച്ചിട്ട് ഇതിങ്ങനെ വലിക്കുക. നടന്ന കാര്യം, ഇത് വലിച്ചിട്ട് വരത്തില്ല. അത്രയ്ക്കും പൊട്ടനാണ് ആലോചിക്കണം. ഇവൻ 2 കൈയും വെച്ച് വലിച്ച് നേരെ ബുദ്ധി ഇല്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് തലയും കാലും ഒക്കെ ഇടിച്ച് അത് അമ്മയടുത്ത് പറയാൻ പേടി. അമ്മയടുത്ത് പറയത്തില്ല. അമ്മയടുത്ത് പറഞ്ഞ ഒരു ചവിട്ടും കൂടെ നീ കണ്ടിട്ടാണോ പറയുന്നത്? ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു. ലോക്ക്ഡൌൺ ആയിരുന്നു, അന്നൊന്നും ആളില്ല. ഞാൻ ഇപ്പോ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ ഇറക്കാറുങ്ങ.
ആന്നേ കൊറോണ സമയത്ത് ഞങ്ങൾ എപ്പോഴും സൈക്കിൾ ഓടിക്കുമായിരുന്നു. അപ്പൊ ഇവനാ സാധാരണ ഫ്രണ്ടില് പോകുന്ന ഇറക്കിറങ്ങുമ്പോ ഞാൻ പുറകില്ല, എനിക്ക് ബ്രേക്ക് ഉണ്ട്. ഇതെന്തോ അബദ്ധത്തിൽ ഞാൻ ഫ്രണ്ടിൽ പോയി, ഇവന് സ്പീഡും കൂടി അങ്ങ് കയറ്റം കയറി. ആരുടെ പറഞ്ഞടാ എന്നെ ഒന്ന് സഹായിക്കടാ, ബ്രേക്കില്ല. ഇവനോട് ഞാൻ മാറി തന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ ഡിങ്കനായി ഞാൻ മാറിയില്ല, ഞാനും ചത്തു പോയിരുന്നു. ഇവരെന്തോ ഒരു ഭാഗത്തിന് ഓടിച്ചോടിച്ച് ഏതോ ഒരു കല്ലിൽ ഇടിച്ചങ്ങ് വീണു, കാലൊക്കെ പൊട്ടി. സൈക്കിൾ പിന്നെ ഇവൻ തൊടത്തില്ല, പേടിയാ. ഇപ്പൊ സൈക്കിളൊന്നും ഓടിക്കാറില്ല. ഇല്ല. ഇനി വേറെ പറ, നല്ല രസമുണ്ട്. ഇനി എന്റെ ഉള്ളു. ഇവ സ്കൂട്ടർ ഓടിക്കും, പക്ഷെ ഞാൻ ഓടിക്കത്തില്ല. പേടി. പേടിയോ? ഈ പൊട്ടൻ അപ്പൻ പള്ളി പോയി കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് പറയാം. ഞാൻ പറയാം സാറേ, പള്ളി പോയി കഴിഞ്ഞാൽ സ്കൂട്ടർ കൊടുത്തേ ഞാൻ ഓടിച്ചു. ഞാൻ ഈ അന്ന് തുടങ്ങിയ സമയം 9, 10 അന്നൊന്നും ഓടിക്കാൻ അറിയത്തില്ല. ചുമ്മാ അപ്പം കൈ തന്നെ ഞാൻ പതിയെ ഇങ്ങനെ ഓടിച്ച്. ഇത് കണ്ടപ്പോ ഇവന് ഇതായി, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ് ഇവന്റെ കൊടുത്തേ. ഈ പൊട്ടന് ആക്സിലറേറ്റർ ഏതാണെന്ന് അറിയത്തില്ല, ചുമ്മാ കയറി ഇങ്ങനെ തിരിച്ച്, ബ്രേക്ക് ഒന്നും ഇല്ല, വണ്ടി പോയി. ചേച്ചിയുടെ പേരിലുള്ള വണ്ടിയാ, വണ്ടി ഭിത്തിയൊക്കെ ഇട്ട് ഇവൻ ചാടി ഇറങ്ങി. അപ്പുറത്തെ വീട്ടിലെ മതിലിന്റെ പണ്ട് ഇടിച്ചിരിക്കുവായിരുന്നു, വണ്ടി ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം വണ്ടി തൊട്ടിട്ടില്ല ഇപ്പോഴും ഇല്ല. ഇല്ല, വണ്ടി തൊട്ടിട്ടില്ല. ട്രോമയാ. അല്ല, വെയിറ്റ് എനിക്ക് അതിനുള്ള ബലമില്ല. അപ്പൊ വണ്ടിയൊക്കെ ഓടിക്കണ വണ്ടി ഇങ്ങനെ വെച്ചോണ്ടല്ല പോകുന്നത്. അല്ല, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലല്ലോ. അടുത്ത വർഷമേ ഉള്ളൂ. ആ ലൈസൻസ് ഇല്ലാതെ വണ്ടിയൊക്കെ ഓടിക്കാം. MPD ഓക്കെ. എങ്ങനെയാ സിനിമ വിശേഷങ്ങളൊക്കെ? സിനിമാ വിശേഷങ്ങൾ എങ്ങനെ, എന്താ ചോദിച്ചത്? എന്താ പുതിയ സിനിമകൾ? പുതിയ സിനിമകൾ അങ്ങനെ ഇതുവരെയൊന്നും. ഇതിനു മുമ്പ് ഞങ്ങൾ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ആദ്യമായിട്ട് വന്ന. അതെ സൂര്യല്ലേ? സൂര്യല്ലേ, ഫ്ലവേഴ്സ്. അത് കണ്ടിട്ട് എന്നെയാണ് ആദ്യമായിട്ട് ഞങ്ങളെ രണ്ടുപേരിൽ സിനിമയിൽ വിളിക്കുന്നത്. പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന് പറഞ്ഞ നീരജ് മാധവന്റെ ചെറുപ്പമായിട്ട്. അതെന്നെയായിരുന്നു വിളിച്ചത്, അത്ര സൗന്ദര്യം വേണ്ടെന്ന്. സിനിമ തുടങ്ങുന്നത് ഞാനാണ്. അത് കഴിഞ്ഞ് ഇവനെ ഒരു പടത്തിൽ പ്രശ്നമായി പോയ പടത്തിൽ പടം പൊട്ടിയൊന്നുമില്ല, നല്ല പടമായിരുന്നു. പിന്നെ ഇവനെ വിളിച്ച് വള്ളിക്കുടലിലെ വെള്ളക്കാരൻ എന്ന് പറഞ്ഞ് എല്ലാം നാക്കി കുരുങ്ങുന്ന പേര്, ഗണപതിയുടെ ചെറുപ്പമായിട്ട്. അത് കഴിഞ്ഞ് ഒരു പടത്തിൽ ഇവനെ വിളിച്ചു കേട്ടോ, ഇവൻ പോയില്ല, മടിയായിരുന്നു. ഞാനാ പോയത്, അവധി സമയമായിരുന്നു. അപ്പൊ എനിക്ക് ചില്ലടിക്കാൻ അളിയന്റെ വീട്ടിലൊക്കെ ആയിരുന്നു. ഞാൻ പോയില്ല, ഇവനാ പോയത്. എനിക്ക് പോയത് ഞാനൊന്ന് എനിക്കന്ന് പേരില്ല, പക്ഷെ പോയ ഇവനെ ഞാൻ സെലക്ട് ചെയ്ത. 2 പേരെ ഫോട്ടോ വയ്ക്കാൻ പറഞ്ഞു, ഇവനെ ഞാൻ സെലക്ട് ചെയ്ത. അവിടെ ചെന്നത് ഇവനാന്ന് വെച്ചോണ്ടാ ഞാൻ പോയേക്കുന്നത്. അവരെല്ലാം വിചാരിച്ചേക്കുന്നതാ കെവിനാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ രാത്രിയിൽ 1 മണിക്കുള്ളൊരു സീനുണ്ട്, വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നത്. അത് ചാടിയപ്പോ എനിക്ക് തീരാത്ത ദേഷ്യമായിരുന്നു ഇവന്റെ അടുത്ത്. ഇവൻ അനുഭവിക്കേണ്ട, ഇവൻ അപ്പൊ സൂയിക്കുക അവിടെ കിടന്ന്. ഞാൻ 1 മണിയായിട്ട് വെള്ളത്തിൽ ചാടി തണുത്ത് കുറച്ച് നിൽക്കുക. ഞാനിതാ പറഞ്ഞ ഇവൻ പൊട്ടനാന്ന്, വെള്ളമല്ലേ കേൾക്കുക. അതിനാണ് ദേഷ്യം വന്നത്. പടം ചെയ്തല്ലോ, പടം ചെയ്തില്ലേ? പിന്നെ അത് ഈ മനോരമ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പടം, തോൽവി FC എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പിന്നെ കൽബ് പടം ചെയ്തു. വേറെ പുതിയ സിനിമകളപ്പോ പുതിയത് ഇപ്പോ ടോയ്ച്ചേട്ടന്റെ ഒരു പടം കുറച്ചേ ഉള്ളൂ, പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ പടം ചെറുതായിട്ട്. 2 പേരുണ്ട്. വലുതാകുമ്പോ ഇനിയിപ്പം ഫുൾ ടൈം സിനിമയിൽ ഫോക്കസ് ചെയ്യാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ എടുത്ത് ജോലിയൊക്കെ ചെയ്ത് ജയിക്കാം? ഫിലിം ഫീൽഡാ ഇഷ്ടം 2 പേർക്കും. ഇവന്റെ എനിക്കറിയില്ല, എന്റെ കാര്യം. എനിക്ക് പടത്തില് വർക്ക് ചെയ്യണമെന്ന്, ബാക്ക് സൈഡിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എന്തായിട്ട്? ഡയറക്ഷൻ അതെല്ലാം ഇഷ്ടമാ. പടത്തിന്റെ പുറകിൽ വർക്ക് ചെയ്യാം, അതൊക്കെ തന്നെ ഞാൻ പഠിക്കാനും പോകുന്നത്. ഇതങ്ങ് പറഞ്ഞാ പോലെ. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം ഉള്ള ഉത്തരം ഇപ്പൊ വരുന്നുണ്ട്. ഇല്ല, അതൊക്കെ അടി കൂടാൻ ആദ്യം പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞിട്ടാ ഞങ്ങൾ അടി കൂടുന്നത്. അതെ. അപ്പൊ ഇപ്പൊ ഭാവിയിലൊരു സിനിമ ഡയറക്ട് ചെയ്യുവാണെങ്കിൽ ആരായിരിക്കണം ഹീറോ? അങ്ങനെ ഞാൻ ഡയറക്ടറാണെന്നല്ല പറഞ്ഞത്. ക്യാമറ അല്ല, പറ അറിയാം, എന്തോ അറിയാം. അല്ല, എന്നെ ആക്കാൻ പറഞ്ഞ ഏത് പടത്തിൽ നായകൻ? ഒരു പടം അതിന് ചിന്തിച്ചിട്ടില്ല. അപ്പൊ കെവിന് ക്യാരക്ടർ കൊടുക്കും? അത് പറയുമ്പോ ആംബുലൻസ് ഒക്കെ പോകും. ഇപ്പൊ ചിലപ്പോ എസ് എന്ന് പറയും, അപ്പൊ എന്റെ മൈൻഡ് മാറുമായിരിക്കും. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല.
കെവിൻ അങ്ങനെ എന്താ ആഗ്രഹം? ഫുൾ ആക്ടിംഗ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇതേപോലെ ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്കോ? ഞാൻ അങ്ങനല്ല, ഞാൻ ഓരോ സിനിമ കാണുമ്പോൾ ഓരോന്നാണ് പഠിക്കുന്നത്. ഞാൻ സിനിമ കാണുന്നത് ഏത് റൂട്ടിലാണ് പോകുന്നത്, അല്ലാതെ എൻജോയ് ചെയ്യാനല്ല. എനിക്കതാ എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്. കാണുന്ന എല്ലാ പടവും ഭയങ്കര. എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമ ഏതാ? പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇങ്ങനെ ചോദിച്ചാ ഒന്നും ഓർമ്മ വരില്ല. ഇല്ല. അന്ന് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാ? ആക്ടറോ? ബേസിലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഇഷ്ടപ്പെടാ റീസണോ? ഭയങ്കര ഹ്യൂമറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്ക് തമിഴാ. കാരണം നൻപൻ എന്ന് പറഞ്ഞ വിജയുടെ പടമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ തൊട്ട് കാണാൻ തുടങ്ങിയ. എനിക്ക് ഈ പറഞ്ഞ ബേസിലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്ന് ഞാൻ പറയുന്നത് എന്തിനാണോ നീ പറയുന്നത്? കോപ്പി അടിക്കുന്നത്. കോപ്പി അടിക്കുന്നത് എങ്ങനെ കൊട്ടിയായിരുന്നു. നടനോ? എല്ലാരും ഇഷ്ടാ. ഞാൻ പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക ഇഷ്ടാ. പിന്നെ അത് ഞാൻ ചോദിച്ചോണ്ടല്ലേ. എല്ലാരും ഇഷ്ടാ, നടന്മാരെ എല്ലാരും ഇഷ്ടാ, അഭിനയിക്കുന്ന എല്ലാരും ഇഷ്ടാ. ഓക്കെ, എന്തായാലും ഞാൻ ഒരു കുഞ്ഞ് സെഗ്മെന്റും കൂടി തരാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ. ഇത് ഈസി ആയിരിക്കും. ഞാനൊരു ലെറ്റർ തരും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസേഴ്സ് തരണം. സിമ്പിൾ. ഓക്കെ. രാവിലെ എന്താ കഴിച്ചേ? പുട്ടും പഴവും. ലോജിക്കായിട്ടൊന്നും ചിന്തിക്കണമെന്നില്ല കേട്ടോ. പുട്ടും പഴവും. ക്രിസ്മസ് എപ്പോഴാ സെലിബ്രേറ്റ് ചെയ്യാ? ക്രിസ്മസിന് ആരാ വരുന്നേ? പപ്പാനി. ഓക്കെ. ക്രിസ്മസിന് ഏത് കേക്കാ കഴിക്കാം? പ്ലം കേക്ക്. ഇതെല്ലാം കറക്റ്റ് ആണല്ലോ. ഓക്കെ. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു ക്വാളിറ്റി പറ. പിടുക്കൻ. പിടിക്കണോ? ഇവൻ കൂർക്കം വലിക്കാറുണ്ടോ? പിന്നെ ഇന്ന് രാവിലെ എങ്ങനെയാ വന്നേ? പമ്പ വഴി വന്നു. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? പുട്ടും പഴവും. പുട്ട് എങ്ങനെ ഉണ്ടാക്ക? പുട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ? ആദ്യം എന്ത് ചെയ്യും പുട്ടുണ്ടാക്കാൻ? പുട്ടുകുറ്റിയില് പുട്ടുപൊടി നിറയ്ക്കും. അപ്പോ പുക്ക് 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 പുക വരും. അപ്പൊ മനസ്സിലാവും പുട്ടായി. കറി ഇഷ്ടമുള്ളത് ഏതാ? കറി. പച്ചടി. പച്ചടി ഉണ്ടാക്കാൻ അറിയോ? അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? അമ്മ ഉണ്ടാക്കുന്നു. പപ്പടം. ഓക്കെ. സ്കൂളിലെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല. എന്റെ ഷോനെ കുറിച്ച് എന്താ അഭിപ്രായം? സത്യം പറയുമ്പോ എങ്ങനെയാ? അക്ഷരം തെറ്റേ. ട്രിവാൻഡ്രത്തേക്ക് എങ്ങനെയാ പോവാ? മാരുതിയില് പോകും. രാവിലെ കുളിച്ചായിരുന്നോ? മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. ഇല്ല, കണ്ട ഞാൻ ആ നേരത്തെ ചോദിച്ചു ഉത്തരം കിട്ടി. ഏത് സോപ്പിട്ടാ കുളിക്കാം? മെഡിമിക്സ്. ഇത് എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ. ഈ പ്ലാന്റിന്റെ കളർ എന്താ? മഞ്ഞ ആയിട്ട് നിങ്ങൾക്ക് തോന്നൂല. മഞ്ഞയാ. പക്ഷെ മഞ്ഞയാ? എനിക്ക് കറുപ്പായിട്ടാ തോന്നുന്നേ. ഇത് പക്ഷെ മഞ്ഞയാ. ഓക്കെ. ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താ? നടൻ മെയ്സിൽ മോസം. അങ്ങനെ മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ? ഇങ്ങനൊക്കെ ചോദിച്ചാൽ കിട്ടത്തില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താ തോന്നുന്നേ? ഇയാളെ കുറിച്ച് എന്താ തോന്നുന്നേ? മാന്യനായ ചേട്ടൻ. തോന്നല. ശരിയാ, തോന്നുന്നതാ പറഞ്ഞേ. ഓക്കെ. അച്ഛൻ എന്തൊന്നും മിണ്ടാത്തെ? മിണ്ടാറില്ല എന്നെ പോലെ. നീ മിണ്ടുന്നുണ്ടല്ലോ. അത് ഞാൻ ഇപ്പൊ മിണ്ടും. ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറ. മാധവ്. ഓക്കെ. മാധവനിലെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? മര്യാദ ഇല്ലാത്ത. മാധവന് മര്യാദ ഇല്ല. ഇതെന്താ സാധനം? ഇതാ എന്നെ കൊല്ലാനാണ് ചോദിക്കുന്നത്. തോറ്റു. ഇത്രയും ടൈം എടുക്കാൻ പാടില്ല. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ലാ വെച്ചേ. ലായാ? ഈസിയാണ്. ഞാൻ മായും പായും അല്ലേ തന്നെ. ലായിക്കെന്നെ കുഴപ്പം. പേരെന്താ? അമ്പാടി. അൻവറ സുൽത്താനും സലീം.
തോറ്റ് എന്താ കഴിച്ചേ? അപ്പൊ എങ്ങനെ വന്നേ? എയറോപ്ലെയിനില്. വീടെവിടാ? അതിന്റെ അപ്പുറത്ത്. ഏതിന്റെ അപ്പുറത്ത്? അതിന്റെ അപ്പുറത്ത്. ഓഹോ, ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അമ്മൂമ്മയുടെ അമ്മ, അനിയത്തി, അനിയൻ. അയ്യോ, അതെല്ലാം ആയല്ലേ. കൂട്ടുകാരന്റെ പേരൊക്കെ? അനിരുദ്ധ്. അനിരുദ്ധ്. ഒന്നും എനിക്ക് ചോദിക്കാം. ക്രിസ്മസിന് എന്താ ശരിക്കും പരിപാടി? അവിടെ എവിടെയെങ്കിലൊക്കെ കുത്തിരിക്കും. ഓഹോ ഓഹോ. കേക്ക് കഴിക്കുവോ? അധികം കഴിക്കാറില്ല, ഷുഗർ ഉണ്ട്. ആണോ? എത്ര വയസ്സുണ്ട്? 54 ആവുന്നു അടുത്ത മാസം. അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഉയ്യോ, തോറ്റോ? അങ്ങനെ തോക്കാറില്ല. ഇല്ല, ഞാൻ തോറ്റ. പക്ഷേ എനിക്ക് ചോദ്യം ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അടിപൊളി. നീ പറഞ്ഞ കറക്റ്റ് ബാറ്ററിയിലാവിടുന്നു. ഞാനോ? ഓക്കെ, അങ്ങനെ ഞാൻ ഒരു ടാസ്ക് കൂടി തരാം. ഫൈനൽ ടാസ്ക്. ഇവിടെ 2 പപ്പാനിയുടെ ഡ്രസ് ഉണ്ട്. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസേഴ്സ് പറഞ്ഞില്ലെങ്കിൽ ഇതിലുള്ള ഓരോ ഐറ്റംസ് എടുത്ത് വേറെയാണ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഇവിടെ ചോദിക്കാം. എപ്പോഴും കിടക്കുന്നു പക്ഷെ ഉറങ്ങില്ല, എന്താ? കുസൃതി ചോദ്യമാണ്, ഫണ്ണി ക്വസ്റ്റ്യനാ. എപ്പോഴും കിടക്കുന്നു പക്ഷെ ഉറങ്ങില്ല. എപ്പോഴും കിടക്കുന്നു പക്ഷെ ഉറങ്ങില്ല. മണിക്കുട്ടി ഓടും കേട്ടോ. കിടക്കുന്ന എന്ത് ഉറങ്ങാത്ത? എപ്പോഴും കിടക്കും പക്ഷെ ഉറങ്ങില്ല. കട്ടിലാണോ? കട്ടിലാണോ? ആ, ആണോ? ഒത്തില്ല. പക്ഷെ ഇതിൽ ആൻസർ കിടക്കയാണ്. കിടക്കയും കട്ടിലും ഒന്നും അല്ലല്ലോ. അല്ലല്ലോ. കിടക്ക. വേറെ ചെയ്യാം. ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണാൽ എന്ത് സംഭവിക്കും? ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അയാൾ വീണ്. ഉറക്കത്തിൽ വീണു എന്ന് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? തലയിടിക്കും. എന്നെ കുസൃതി കേട്ടാ. ഫണ്ണായിട്ട് ആലോചിച്ച് നോക്കും. ഒരാൾ ഉറങ്ങുന്നു, അയാൾ വീണാൽ എന്ത് സംഭവിക്കും? അയാൾ ഉണരും. ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരില്ലേ? എടുത്തോ, ഇത് ലാസ്റ്റ് ഇട്ടാ മതി, ബാക്കി എടുത്തോ. ഇതിൽ നിന്നുള്ളത് എന്റെ ചോദ്യല്ലേ? എന്റെ അമ്മേ. അടുത്ത ഇനി എന്റെ അടുത്താണോ? അല്ലല്ല, ഇവിടെ ചോദിക്കട്ടെ. ഏറ്റവും വേഗത്തിൽ ഓടുന്ന മനുഷ്യൻ ആര്? കുസൃതിയാണോ അത്? ആ ഫൺ. ഉസൈൻ ബോൾട്ട് എന്നൊന്നും പറയരുത്, വേറെ ഫണ്ണായിട്ട്. വേഗത്തിൽ ഓടുന്ന മനുഷ്യനാ? ഇവന്റെ അടുത്ത് ചോദിച്ച ചോദ്യല്ലേ? ഏറ്റവും വേഗത്തിൽ ഓടുന്ന മനുഷ്യൻ. വേഗത്തിൽ ഓടുന്നു. തോറ്റാ? വൈഫിന്റെ വിളി കേൾക്കുന്ന ഹസ്ബൻഡ്. പക്ഷെ ഇവിടെ നേരം തിരിഞ്ഞോടുന്നു. ഓക്കെ, എടുത്തോ. ചോദിക്കട്ടെ. നെക്സ്റ്റ് ഇവിടെ ഏത് വണ്ടിയാണ് എപ്പോഴും സ്റ്റോപ്പ് ആയിരിക്കുന്നത്? എപ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്ന വണ്ടി. ആ വണ്ടി അനങ്ങൂല. വണ്ടിയാണ്, അതെപ്പോഴും നിർത്തിയിരിക്കും. ആ വണ്ടി ഓടൂല. വഴി കിടക്കുന്ന വണ്ടി. വഴി കിടക്കുന്ന എന്ത് വണ്ടി? പൊട്ടിപ്പൊളിങ്ങിയ വണ്ടി. തെറ്റ്. പാർക്ക് ചെയ്ത വണ്ടി. എനിക്ക് അത്രയും ബുദ്ധിയിലോട്ട് അങ്ങ് എത്താൻ പറ്റും. ഇത്ര നേരം എന്റെ കൂടെ ഇരുന്നിട്ട് അതാ എത്താൻ പറ്റാത്ത. എന്നിങ്ങനെ നോക്കുന്നത് പാവം തോന്നുന്നു. പിന്നെ ഇത്ര വലിയ പണി നടക്കരുത്. ഓക്കെ, എന്റെ പാദങ്ങൾ എന്ത് ചെയ്യും? പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. അസ്ഥിയോടോ? അല്ലേ? അല്ല, ഇതിലുള്ള ഉത്തരം പറയണം. അങ്ങനെയുണ്ടോ? വെപ്പ് പല്ല്? അല്ല, ചീപ്പ്. അല്ല, പക്ഷേ ഇല്ലല്ല, ഇതിലുള്ള ഉത്തരം പറയണം. അതിലുള്ള ഗണിച്ചെങ്ങനെ പറയാൻ പറ്റും? അടുത്തത് ഇവിടെ. നിനക്ക് മൊത്തം കോമാളിത്തരാണ് പറയുന്നത്. അടുത്തത് ജനിക്കുമ്പോൾ വലിയതും മരിക്കുമ്പോൾ ചെറുതും.
കൃഷ്ണമൺ അല്ല. അല്ലല്ലേ? ജനിക്കുമ്പോ ജനിക്കുമ്പോ വലിയ സൈസ് ആയിരിക്കും, ആ മരിക്കുമ്പോ അത് ചെറുതായി പോകും. മനുഷ്യൻ മനുഷ്യനല്ലോ. അല്ലല്ല. ഓക്കെ, ജനിക്കുമ്പോ വലുതായിരിക്കും. വലുതായിരിക്കും, ആ മരിക്കുമ്പോ ചെറുതായിരിക്കും. അറിയത്തില്ല. മെഴുകുതിരി. അമ്മേ. ഓ പാൻറ് ഉണ്ടല്ലേ? ആ, വൈകിട്ട്. ഇത് വൈകിട്ട് ഇറക്കാൻ തന്നെയാണ്. അയ്യോ, അത് കീറി. ഇതൊക്കെയാണോ തരുന്നത്? ഇതാരാ കീറിയെ? സിബുള്ള പാൻറ്. അയ്യോ ചോദിക്കട്ടെ. ചോദിച്ചോ, പെട്ടെന്നേക്ക് ചൂടെടുക്കുന്നു. എപ്പോഴും മുന്നിലുണ്ട്, പക്ഷെ ഒരിക്കലും എത്തില്ല. ആരാണ് ഞാൻ? എപ്പോഴും മുമ്പിലുണ്ട്, പക്ഷെ ഒരിക്കലും എത്തില്ല. അതിങ്ങനെ തന്നോ? എന്താ ഉത്തരം? നാളെ. നാളെ എപ്പോഴും മുമ്പിലുള്ളൂ, പക്ഷെ എത്തില്ലല്ലോ. ഇച്ചിരി സമയം ഉണ്ടായിരുന്ന കിട്ടിയത്. ചോദിക്കട്ടെ. ചോദിച്ചോ. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. വെള്ളത്തിൽ വീണാ നനയാത്ത വസ്തു. ജനറൽ നോളജ് ആണോ? അല്ല, എനിക്ക് അങ്ങനെയൊക്കെ തല കയറുന്നു. എന്നാ ആ ഉത്തരം പറയുന്നത് അത് ഇതിന് ഉത്തരവില്ല. വെള്ളത്തിൽ വീണ നനയാത്ത വസ്തു. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പറ. എടാ പറയടാ, ഒരുത്തൻ ആവി എടുത്ത് വെള്ളത്തിൽ വീണ നനയാത്ത വസ്തു. അറിയത്തില്ല. നിഴൽ. അയ്യോ, എന്ന് വെച്ച് ഇനിയിപ്പോ ചോദിക്കണല്ലോ. ചോദിക്കട്ടെ. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ആരോടായിരുന്നു? ഓക്കെ, കെവിൻ. ആർക്ക് വേണമെങ്കിലും പറയാം, പറയാത്ത ആളെ ഡാൻസ് കളിക്കേണ്ടി വരും. ഓക്കെ, ഞങ്ങൾ പാട്ടിടും. ഓക്കെ, ഞാനൊരു പിക്ചർ കാണിക്കാം, അതില് ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, അത് നിങ്ങൾ പറയണം. കണ്ണൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഞാൻ പറയട്ടെ, കാക്കനാട്. കാക്കനാടല്ലേ? എനിക്കിത് കാണണ്ട. ഇവനെ കുക്കറിലിട്ട് ആവി കയറ്റിയ വരട്ടെ, എല്ലാം കൂടെ ബൾജ് ചെയ്തേ. കളിക്കോ? നീ കളിക്കോ? ആ, ഞാൻ കളിച്ചോണ്ടിരിക്കുക. ആ, ഞാൻ കളിക്കുന്നുണ്ട്. ഞാൻ ടഫ് സ്റ്റെപ്സ് ഒക്കെ ഇട്ടോണ്ടിരിക്കും. എന്നാ ടഫ് വിളിക്ക്. ആ, അതെ. ആരും കാണാത്തോണ്ട് വലിയ പ്രശ്നമില്ല. എന്നെ എന്തിനാ പണിയെടുക്കുന്നു? കണ്ട, കെവിൻ നല്ലോണം കളിക്കുന്നുണ്ട്. എടാ, ഞാൻ നിന്നെക്കാളും അടിപൊളിയായിട്ട് കളിക്കാം. കളിക്ക്. അണഞ്ഞു ഇനി കുറച്ച് പ്ലം കേക്കും വൈനും തന്നാ പോവാ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം വളരെ നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ. മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കാറുണ്ടോ? അതെന്തിനാ എടുക്കുന്നത്? അത് മാറും. നടക്കൂല അല്ലേ? ഇല്ല, ഡിസംബർ ആകുമ്പോ അടുത്ത വീണ്ടും തുടങ്ങും. എന്തെങ്കിലും പ്ലാൻ ചെയ്യോ അടുത്ത വർഷം ഞാൻ നന്നാവണം എന്നൊക്കെ? ഇതുവരെ അങ്ങനെ പ്ലാനിങ് ഒന്നും എടുത്തിട്ടില്ല. ഇനി ചെയ്യണം. ഇനിയും തൊട്ട് ചെയ്യണം. 2026 ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. കെവിനോ? ഞാൻ ആലോചിക്കുന്നത് എന്തോ മാറ്റമുള്ള, എൻ്റെ ഈ സ്വഭാവം തന്നെ മതി. എനിക്ക് മാറ്റാനുള്ളതൊന്നുമില്ല. ഇല്ല, നല്ല എനിക്കിത് മതി. നല്ല സുഖമാ. വല്ലവനെ ആശ്രയിച്ച് ജീവിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും 2026 നല്ലൊരു ഇയർ ആവട്ടെ. സെറ്റ് ചെയ്തു. താങ്ക് യു. മധുരം കഴിച്ചാൽ നമുക്ക് ആഘോഷിക്കാം. താങ്ക് യു. രണ്ടുപേർക്കും കൊണ്ട് വാങ്ങിച്ചു. കയ്യേ ഇനി ഇതിൽ തല്ലു പിടിക്കോ? ഇല്ല, ഇല്ല. മേളത്തെ ലെയർ എൻ്റെ താഴത്തെ. അപ്പൊ തന്നെ വീതം വെച്ചു. അപ്പൊ എന്റെ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാം അടിപൊളിയായിട്ട്. എല്ലാം അടിപൊളിയായിട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. Inji, my meal partner.